പാറ്റേൺസ് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ചെയ്യേണ്ടത് ഫാബ്രിക്കിൽ അത് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. കട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു കുട്ടിക്കാര്യം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഞാനിവിടെ ഫ്രണ്ട് ബോഡീസും ബാക്ക് ബോഡീസും എല്ലാം ഒരൊറ്റ പാറ്റേൺ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം ഞാൻ അതുകൊണ്ട് ബാക്ക് ബോഡീസ് ആണ് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കത് കട്ട് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു ലൈനിങ് പീസ് എടുക്കുക, അതിനെ സെൻറ്റർ ഫോൾഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ ഡ്രാഫ്റ്റിംഗ് പാറ്റേൺ നമ്മളത് ട്രേസ് ചെയ്തെടുക്കുന്നുണ്ട്. സോ നമ്മുടെ ഫ്രണ്ട് നെക്കിനെക്കാട്ടിലും ബാക്ക് നെക്ക് ഞാൻ കുറച്ച് കയറ്റിയാണ് കൊടുക്കുന്നത്. നമ്മൾ ഫ്രണ്ട് നെക്കിന് കൊടുത്തിരുന്ന ഡെപ്ത് എന്ന് പറഞ്ഞാൽ 2.75 ഇഞ്ചാണ്. സോ ആ ഒരു ഡെപ്തിനെക്കാട്ടിലും ഞാനൊരു 1.5 ഇഞ്ച് കയറ്റിയാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ബാക്ക് നെക്കിൻ്റെ ഡെപ്ത് വന്നിട്ട് 1.5 ഇഞ്ച് ആയിരിക്കും. അതാണ് ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുന്നത്. സോ അതിനുശേഷം അതേ ഉള്ളൂ നമ്മൾ ബാക്ക് ബോഡീസ് ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ സീം അലവൻസ് കൊടുക്കുക. സീം അലവൻസ് നെക്കിന് ഞാൻ 0.25 ഇഞ്ചാണ്, ഷോൾഡറിനും സ്ലീവിനും 0.5 ഇഞ്ച്, സൈഡ് സീമിനും ഹെമ്മിനും 1 ഇഞ്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. സോ ഇതിന് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ലൈനിങ് പീസും മെയിൻ ഫാബ്രിക്കും രണ്ടും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് ബോഡീസ്. ഇനി നമുക്ക് ഫ്രണ്ട് ബോഡീസ് ചെയ്യാനായിട്ട് വീണ്ടും നമ്മളൊരു എക്സ്ട്രാ ഫാബ്രിക് എടുക്കുക. അത് ഇതേപോലെ സെൻറ്റർ ഫോൾഡ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഡ്രാഫ്റ്റിംഗ് പേപ്പർ ഇതിനകത്ത് വെച്ചിട്ട് ട്രേസ് ചെയ്തെടുക്കുക. അപ്പോൾ ഫ്രണ്ട് ബോഡീസിലാണ് ആ ഒരു ചെറിയൊരു ഡിഫറൻസ് വരുന്നത്. ആദ്യം നമ്മൾ ട്രേസ് ചെയ്തു, അതിനുശേഷം നമ്മൾ സീം അലവൻസ് നമ്മൾ ബാക്ക് ബോഡീസിൽ കൊടുത്ത പോലെ തന്നെ കൊടുത്തു. പക്ഷേ ഹെമ്മിന് ഞാൻ 1/2 ഇഞ്ചാണ് കൊടുത്തേക്കുന്നത്. അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രണ്ടിൽ ഫുൾ ബോഡീസ് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുന്നില്ല, ഇങ്ങനെ ഡയഗണലി കട്ട് ചെയ്ത് ഞാൻ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ രണ്ട് സൈഡിലെയും സീം അലവൻസ് നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതായത് സൈഡ് സീം 1ഉം ഹെമ്മും 1/2ഉം അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം എന്താ ഒരു 1 ഇഞ്ച് നമ്മൾ മുകളിലോട്ട് മാർക്ക് ചെയ്തെടുക്കുക. നമ്മുടെ ഹെം പോർഷനിൽ നിന്ന് ഒരു 1 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ നെക്ക് പോർഷനും ആ മാർക്ക് ചെയ്ത പോയിന്റ് നമ്മൾ ജോയിൻ ചെയ്തൊരു ഇൻക്ലൈൻ ലൈൻ വരയ്ക്കുന്നുണ്ട്. ഇനി നമ്മുടെ ആ ഒരു ലൈൻ ഞാൻ ആ നെക്കിൻ്റെ പോർഷനിൽ ഞാൻ ആ ലൈൻ ഒന്ന് ഇച്ചിരി ഒന്ന് കേർവി ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഫ്രീ ഹാൻഡ് ആയിട്ട് ചെയ്താൽ മതിയാകും. ഇനി നമ്മൾ ഈ വരച്ച ലൈനിന് ഒരു 0.25 ഇഞ്ച് അഡീഷണൽ സീം അലവൻസ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എന്താ ചെയ്യുക, നമ്മളത് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ബോഡീസിൻ്റെ ഒരു പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് മറ്റൊരു പാർട്ട് കൂടി വേണം. ഇപ്പം നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് മെത്തേഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം അടുത്ത പാർട്ട് കട്ട് ചെയ്യാനായിട്ട്. അതിനായിട്ട് വീണ്ടും ഞാനൊരു ഫാബ്രിക് എടുത്തു, സെൻറ്റർ ഫോൾഡ് ചെയ്തു, നമ്മുടെ ഡ്രാഫ്റ്റിംഗ് പേപ്പർ നമ്മൾ ഇതേപോലെ ട്രേസ് ചെയ്തു. അതിനുശേഷം നേരത്തെ കൊടുത്തതുപോലെ തന്നെ സെയിം സീം അലവൻസ് ആണ് കൊടുക്കുന്നത്. ഹെം പോർഷന് 1/2 ഇഞ്ചാണ് കൊടുക്കുന്നത്. സോ നമ്മൾ ആദ്യം കട്ട് ചെയ്തതിൻ്റെ മെത്തേഡ് കണ്ടോ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണം ഇപ്പോൾ ഇനി കട്ട് ചെയ്യാൻ പോകുന്നത്. അതിന് വീണ്ടും എന്താ ചെയ്യുക, ഞാൻ നെക്ക് പോർഷൻ ഒന്നും കൂടി വരച്ചിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആ ഒരു മാർക്കിങ്സ് ഞാൻ ട്രേസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മുടെ ഈ നെക്ക് പോയിന്റും നമ്മുടെ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന നമ്മുടെ ഹെമ്മിൻ്റെ കോർണേഴ്സും തമ്മിൽ ഇതേപോലെ ജോയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ നമ്മൾ ആ ഒരു ലൈൻ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു നെക്ക് തൊട്ട് നമ്മുടെ ഹെം പോർഷൻ വരെ ഇൻക്ലൈൻഡ് ആയിട്ട് പോകുന്ന ലൈനിനെ ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്തൊന്ന് സ്ട്രെയിറ്റ് ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനും ഞാനൊരു 0.25 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നുണ്ട്. ഇനി എന്താ ചെയ്യുക, നമ്മൾ ആ പാർട്ട് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുക. ഒന്നുമില്ല, നമ്മൾ ഫസ്റ്റിൽ ചെയ്തതിൻ്റെ തന്നെ നേരെ ഓപ്പോസിറ്റ് സെക്കൻഡ് ഫാബ്രിക്കിൽ ചെയ്യുക. അപ്പോൾ കണ്ടോ, ഇതാ ഒരു സിംഗിൾ ബോഡീസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയും ഞാൻ മെയിൻ ഫാബ്രിക്കും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ബോഡീസും ബാക്ക് ബോഡീസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം.
സ്കേർട്ട് പാർട്ട് ഞാനിവിടെ 3 ലെയർ സ്കേർട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 3 ലെയർ സ്കേർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്, പക്ഷെ അതിന് ഒത്തിരി ഫാബ്രിക് വേണ്ടി വരും. എൻ്റെ കയ്യിൽ ഇവിടെ സ്കേർട്ട് ചെയ്യാൻ 2 മീറ്റർ ഫാബ്രിക് അടുപ്പിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ കറക്റ്റ് മെത്തേഡിലല്ല ചെയ്യുന്നത്. ഞാനിവിടെ എടുക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം സ്കേർട്ടിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് നോക്കുക. ഹിപ്പ് റൗണ്ട് തൊട്ട് ബോട്ടം പാർട്ട് വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 21 ഇഞ്ചാണ്. ഈ 21 ഇഞ്ചിനെ ഞാൻ 3ആയിട്ട് ഡിവൈഡ് ചെയ്യും. കാരണം ഞാൻ ഇവിടെ എടുക്കുന്ന 3 ലെയർ സ്കേർട്ടാണ്, അതുകൊണ്ട് 3ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന 2 ലെയർ സ്കേർട്ട് ആണെങ്കിൽ അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം 3 ലെയർ ആയതുകൊണ്ട് ഞാൻ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പം നമുക്ക് 7 ഇഞ്ചാണ് കിട്ടുന്നത്. ഈ 7 ഇഞ്ചിൽ ഓരോ ലെയറും നമ്മൾ അറ്റാച്ച് ചെയ്യാനായിട്ട് സീം അലവൻസ് വേണം. സോ അതെല്ലാം കൂടി ചേർത്ത് ഞാൻ ഓരോ ലെയറിൻ്റെയും വിഡ്ത്ത് എടുക്കുന്നത് 8.25 ഇഞ്ചാണ്. ഇനി ലെങ്ത് കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് ലെയർ എടുക്കുക. അതിൽ നമ്മുടെ ഹിപ്പ് റൗണ്ട് എന്ന് പറയുന്നത് 3 to 4 ഇയർ ഓൾഡ് കിഡിൻ്റെ 24 ഇഞ്ചാണ്. അതിനോടൊപ്പം 1 ഇഞ്ച് ഈസും കൂടി കൊടുത്തു, അങ്ങനെ 25 ഇഞ്ച്. അപ്പോൾ ഈ 25 ഇഞ്ചിൻ്റെ 2 ഇരട്ടി എടുക്കുക. അന്നേരം നമുക്ക് 50 ഇഞ്ചാണ് കിട്ടുന്നത്. അതിനോടൊപ്പം 2 സൈഡും അറ്റാച്ച് ചെയ്യാനായിട്ട് സീം അലവൻസ്, അതായത് ചേർത്തടിക്കാൻ വേണ്ടിയിട്ട് സീം അലവൻസ് ഞാൻ 2 ഇഞ്ച് എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് 52 ഇഞ്ചാണ് കിട്ടിയത്. ഇനി സെക്കൻഡ് ലെയർ ആണെങ്കിൽ നമ്മുടെ ഹിപ്പ് റൗണ്ടിൻ്റെ 3 ഇരട്ടി എടുക്കുക. അതിനോടൊപ്പം 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുക. തേർഡ് ലെയർ ആണെങ്കിൽ നമ്മുടെ ഹിപ്പ് റൗണ്ടിൻ്റെ 4 ഇരട്ടി എടുക്കുക. അതിനോടൊപ്പം 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ ലെങ്ത് എടുത്തിരിക്കുന്നത് ഹിപ്പ് റൗണ്ടിനെ ഫിക്സഡ് ആക്കിക്കൊണ്ട് ഓരോ ലെയറിലും ഫസ്റ്റ് ലെയറിൽ 2 ഇരട്ടി എടുത്തു, തേർഡ് ലെയറിൽ 3 ഇരട്ടി എടുത്തു, ഫസ്റ്റ് ലെയറിൽ 2 ഇരട്ടി എടുത്തു, സെക്കൻഡ് ലെയറിൽ 3 ഇരട്ടി എടുത്തു, തേർഡ് ലെയറിൽ 4 ഇരട്ടി എടുത്തു. അപ്പോൾ ഈ മെത്തേഡിൽ ഞാൻ ഹിപ്പ് റൗണ്ടാണ് ഫിക്സഡ് ആക്കി വെച്ചേക്കുന്നത് കേട്ടോ. ഇനി ഓരോ ലെയറിൻ്റെയും വിഡ്ത്ത് എന്ന് പറയുന്നത് 21 ഇഞ്ചിനെ 3ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തു. അപ്പോൾ 7 ആണ്. അതിനോടൊപ്പം സീം അലവൻസും കൂടി ചേർത്ത് 8.25 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ശരിക്കുമുള്ള കറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മുടെ ഫസ്റ്റ് ലെയർ ആണെങ്കിൽ നമ്മുടെ ഹിപ്പ് റൗണ്ട് എത്രയാണ് അതിൻ്റെ 3 ഇരട്ടി എടുക്കുക. അതിനോടൊപ്പം 2 ഇഞ്ച് സീം അലവൻസ് എടുക്കുക. ഇനി സെക്കൻഡ് ലെയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയറിലെടുത്ത ലെങ്ത് ഉണ്ടല്ലോ, ആ ലെങ്തിൻ്റെ 3 ഇരട്ടി എടുക്കുക. അതിനോടൊപ്പം 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുക. തേർഡ് ലെയർ ആണെങ്കിൽ നമ്മൾ സെക്കൻഡ് ലെയറിലെടുത്ത ലെങ്തിൻ്റെ 3 ഇരട്ടി എടുക്കുക. അതിനോടൊപ്പം 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുക. ഇതാണ് കറക്റ്റ് മെത്തേഡ്. അപ്പോൾ ഈ മെത്തേഡിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഒത്തിരി ഫാബ്രിക് വേണം. ഏകദേശം ഒരു 3 മീറ്റർ 4 മീറ്റർ അടുപ്പിച്ച് ഫാബ്രിക്കോളം നമുക്ക് വേണ്ടി വരും. സോ അതിൻ്റെ അത്രയും ഫാബ്രിക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ മെത്തേഡ് ചൂസ് ചെയ്യുന്നത് കേട്ടോ. ആദ്യത്തെ മെത്തേഡിൽ വരുമ്പോൾ നമുക്ക് അത്രയും ഗ്യാതറിങ്സ് ഉണ്ടാകത്തില്ല. ഈ മെത്തേഡ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല ഗ്യാതറിങ്സും കിട്ടും, നല്ല ഭംഗിയായിരിക്കും സ്കേർട്ടിൻ്റെ ഫൈനൽ റിസൾട്ട് കാണാനായിട്ട്. സോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫസ്റ്റ് ലെയർ എടുത്തിരിക്കുകയാണ്. ഫസ്റ്റ് ലെയർ ഫാബ്രിക്കിൻ്റെ വിഡ്ത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 7 ഇഞ്ചാണ്. അതിനോടൊപ്പം സീം അലവൻസും കൂടി ചേർത്ത് 8.25 ഇഞ്ച്. ലെങ്ത്ത് വന്നിട്ട് 52 ഇഞ്ചാണ് ഞാൻ ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. അതായത് ഹിപ്പ് റൗണ്ടിൻ്റെ 2 ഇരട്ടി, അതിനോടൊപ്പം 2 ഇഞ്ച് സീം അലവൻസ്. ഇനി സെക്കൻഡ് ലെയർ വരുമ്പോഴത്തേക്കും നമ്മൾ 2 പീസ് ഓഫ് ഫാബ്രിക്കാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിൻ്റെയും വിഡ്ത്ത് വന്നിട്ട് 8.25 ഇഞ്ചാണ്. ലെങ്ത് എന്ന് പറയുന്നത് ഹിപ്പ് റൗണ്ടിൻ്റെ 3 ഇരട്ടി. ഇനി തേർഡ് ലെയർ എന്ന് പറയുമ്പോഴത്തേക്കും 3 പീസ് ഓഫ് ഫാബ്രിക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ വിഡ്ത്ത് 8.25 ഇഞ്ചാണ്. ലെങ്ത് വന്നിട്ട് ഹിപ്പ് റൗണ്ടിൻ്റെ 4 ഇരട്ടി എടുക്കുക. അപ്പം നമുക്ക് 102 ഇഞ്ചായിരിക്കും കിട്ടുന്നത്. സോ അങ്ങനെ നമ്മൾ ഓരോ ലെയറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ലെയറിൽ പ്രത്യേകിച്ച് ഫാബ്രിക് അറ്റാച്ച് ചെയ്യാനില്ല. സെക്കൻഡ് ലെയറിൽ 2 ഫാബ്രിക് കൊണ്ട് അത് ഞാൻ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. തേർഡ് ലെയറിൽ നമുക്ക് 3 ഫാബ്രിക് പീസാണ് ജോയിൻ ചെയ്തെടുക്കേണ്ടത്. അതും ഞാൻ ഇതേപോലെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഓരോ ലെയറും ഒരു ലൂസ് സ്റ്റിച്ച് കൊടുക്കുക. കാരണം നമുക്ക് ഗ്യാതറിങ്സ് ആണല്ലോ വേണ്ടത്. അപ്പോൾ നമ്മൾ ഓരോ ലെയറിലും നമ്മൾ ലൂസ് സ്റ്റിച്ച് കൊടുത്തിട്ട് നമ്മുടെ ഓരോ ലെയറിലും നമുക്ക് വേണ്ട ലെങ്ത് എത്രയാണോ ആ ലെങ്ത്തിലോട്ട് നമ്മൾ ത്രെഡ് വലിച്ച് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഫസ്റ്റ് ലെയർ സെക്കൻഡ് ലെയറുമായിട്ട് ജോയിൻ ചെയ്യുന്നു. സെക്കൻഡ് ലെയർ തേർഡ് ലെയറുമായിട്ട് ജോയിൻ ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നു. അപ്പം ഇങ്ങനെയുള്ള ലെയേർഡ് സ്കേർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. ആകെ വേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫാബ്രിക്സ് ഒത്തിരി വേണം. അതല്ലാണ്ട് പ്രത്യേകിച്ച് അഡീഷണൽ ഒത്തിരി കാൽക്കുലേഷൻസോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. സോ ഇപ്പോൾ നമ്മൾ ഈ ഗ്യാതറിങ്സ് ചെയ്ത പാർട്ടിൻ്റെ പുറത്തുകൂടി ഞാനൊരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് ഗ്യാതറിങ്സ് വിട്ടുപോകും, ലൂസ് സ്റ്റിച്ചാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ ആ ഗ്യാതറിങ്സ് ഒന്ന് ഫിക്സ് ആക്കി ഇരിക്കാനായിട്ട് ഞാൻ ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇനി നമ്മുടെ ലൈനിങ് പാർട്ടാണ്. ലൈനിങ് പാർട്ടിന് ഞാൻ ഗ്യാദർ സ്കേർട്ടായിട്ട് തന്നെ കൊടുക്കുന്നില്ല. ഞാൻ എന്താ പറയുക, ഹാഫ് സർക്കുലർ സ്കേർട്ട് മെത്തേഡ് ചെയ്യാൻ നോക്കുകയാണ്. അതിനായിട്ട് ആദ്യം ഫാബ്രിക് ഒരു വട്ടം ഫോൾഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കോർണറിൽ നിന്ന് നമ്മൾ ഒന്നും കൂടി ഒരു ഡയഗണൽ ഫോൾഡ് കൊടുത്തു. അപ്പോൾ നമുക്കിത് ഇതേപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് കിട്ടുന്നത്. ഇനി അതിൻ്റെ കോർണർ പാർട്ടിൽ നമ്മുടെ ഹിപ്പ് റൗണ്ട് മെഷർ ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹിപ്പ് റൗണ്ട് എന്ന് പറയുന്നത് 1 ഇഞ്ചും കൂടി ഈസ് നമ്മൾ എക്സ്ട്രാ 24 ഇഞ്ചിനൊപ്പം കൊടുക്കുന്നുണ്ട്. അപ്പം 25 ഇഞ്ചാണ്. അപ്പം നമുക്ക് ശരിക്കും കിട്ടുന്നത് 6.25 ഇഞ്ചാണ് അതിൻ്റെ 4/1 എടുക്കുമ്പോൾ കിട്ടുന്നത്. പക്ഷേ നമ്മൾ സ്കേർട്ട് ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സൈഡ് തമ്മിൽ ജോയിൻ ചെയ്തെടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് സീം അലവൻസ് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ഹിപ്പ് റൗണ്ട് എന്ന് പറഞ്ഞാൽ 6.5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത പാർട്ടിൽ നിന്ന് നമ്മൾ സ്കേർട്ടിൻ്റെ ലെങ്ത് എടുക്കുന്നുണ്ട്. അത് 20 ഇഞ്ചാണ്. അതായത് നമ്മുടെ മെയിൻ ഫാബ്രിക് 21 ഇഞ്ചായിരുന്നു. അതിൽ നിന്ന് 1 ഇഞ്ചും കൂടി കുറച്ചാണ് ഞാനിവിടെ ലൈനിങ്ങിന് എടുത്തേക്കുന്നത്. ഇനി ആ 20 ഇഞ്ചിൻ്റെ അവിടെ ടേപ്പ് വെച്ചിട്ട് കോർണർ പാർട്ടിലോട്ടും ടേപ്പ് വെച്ച് ഫിക്സ് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ ടേപ്പ് മൂവ് ചെയ്ത് നമ്മൾ ആ ഹെം ലെങ്ത് കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഹെം പോർഷൻ കിട്ടും. സോ എന്നിട്ട് നമ്മുടെ ആ ഹെം പാർട്ടും കട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹിപ്പ് റൗണ്ടിൻ്റെ ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് വിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതായത് ഈ സൈഡ് നമ്മൾ ജോയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഒരു ഇഞ്ച് സീം അലവൻസും കൂടി എക്സ്ട്രാ കൊടുത്തത്. അപ്പോൾ നമുക്ക് 4/1 എടുക്കുമ്പോൾ എത്രയായിരിക്കും വരുന്നത്? 6.5 ഇഞ്ച് ആയിരിക്കും. അതാണ് ഞാൻ അങ്ങനെ എടുത്തത് കേട്ടോ. ഇനി നമ്മൾ റോൾഡ് ഹെം മെത്തേഡിൽ ഞാൻ ഒരു സ്കേർട്ടിൻ്റെ ഹെം പാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് ആദ്യം ഒരു ഫോൾഡ് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ എഡ്ജിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക, എക്സസ് ആയിട്ടുള്ള ഫാബ്രിക് കട്ട് ചെയ്ത് മാറ്റുക, വീണ്ടും അതിനൊന്നുകൂടെ ഫോൾഡ് ചെയ്തിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫാബ്രിക്സിന് ചുളുക്കുണ്ടാവത്തില്ല, നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. ഇനി എന്താ, നമ്മുടെ മെയിൻ ഫാബ്രിക്കും നമ്മുടെ ഈ ലൈനിങ് പീസും കൂടി ചേർത്ത് വെച്ചിട്ട് നമ്മുടെ ഹിപ്പ് റൗണ്ടിൻ്റെ അവിടെ നമ്മളൊരു 1/2 ഇഞ്ച് സീം അലവൻസിൽ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയില്ലേ. ഇനി എന്താ ചെയ്യുക, ഇനി നമ്മൾ വേസ്റ്റ് ബാൻഡ് അറ്റാച്ചിങ് ആണ്. വേസ്റ്റ് ബാൻഡിന് ഞാൻ എടുക്കുന്ന ലെങ്ത് എന്ന് പറയുന്നത് 26 ഇഞ്ചാണ്. അതായത് ടോട്ടൽ നമുക്ക് വേണ്ട ലെങ്ത് 25 ആണ്. അതിനോടൊപ്പം 1 ഇഞ്ച് സീം അലവൻസും കൂടി കൊടുത്ത് 26 ഇഞ്ച്. വിഡ്ത്ത് വന്നിട്ട് 3 ഇഞ്ചാണ്. സോ ഇനി നമ്മൾ ഇത് തമ്മിൽ അറ്റാച്ച് ചെയ്യുക. അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ അതിനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് വീണ്ടും ഒരു സ്റ്റിച്ച് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് നമ്മളൊരു സ്റ്റിച്ചും കൂടി അങ്ങനെ കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ വേസ്റ്റ് ബാൻഡിൻ്റെ വിഡ്ത്ത് എടുത്തിരിക്കുന്നത് 1 ഇഞ്ച് വിഡ്ത്തിലാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 1.25 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് വിഡ്ത്തിലാണ് ഞാൻ വേസ്റ്റ് ബാൻഡിൻ്റെ വിഡ്ത്ത് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളത് മടക്കിയടിക്കാനും സീം അലവൻസിനും എല്ലാം കൂടി ചേർത്ത് 3 ഇഞ്ച് എടുത്തത് കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. See you on my next video. Bye.